കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സാന്ദ്രയുടെ വീട്ടിൽ നിന്നും നിധിയെ അരുൺ ഇറക്കി വിടുമ്പോഴേക്കും സുധീഷ് അവളെ തൻ്റെ ജീപ്പിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ജീപ്പിലേക്ക് കയറുന്ന നിധിയും സങ്കടത്തോടെ അച്ഛനും ചേട്ടനും പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്ത് തൻ്റെ സങ്കടങ്ങളെല്ലാം സുധീഷുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അവർ ദേഷ്യം കൊണ്ട് പറഞ്ഞതാണെന്നും അതൊന്നും കാര്യമാക്കരുതെന്നും അവരുടെ ദേഷ്യം മാറാൻ സമയമെടുക്കുമെന്നും സുധീഷും പറയുന്നുണ്ട്. ഏത് സിറ്റുവേഷനിലാണ് ഈ കല്യാണം നടന്നതെന്നും ഇതൊരു ഡ്രാമയാണെന്നും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അവരത് കേൾക്കാൻ പോലും തയ്യാറായില്ലെന്നും അവരുടെ മനസ്സിൽ തോന്നിയ പോലെ എന്തൊക്കെയോ അവർ വിളിച്ചു പറഞ്ഞുവെന്നും തൻ്റെ കൂടപ്പിറപ്പായ ഏട്ടൻ പോലും തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെന്നും തന്നെ പിഴച്ചവളെന്ന് വിളിച്ചെന്നും തന്നെ അവർക്ക് വേണ്ടെങ്കിൽ തനിക്കും വേണ്ടെന്നും നിധി ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതെല്ലാം വിട്ടേക്കെന്ന് പറഞ്ഞ് സുധീഷ് അവളെ സമാധാനിപ്പിക്കുമ്പോഴേക്കും നിങ്ങൾ ഇതുവരെ നാട്ടിലേക്ക് തിരിച്ചു പോയില്ലേന്ന് നിധി ചോദിക്കുന്നുണ്ട്. തൻ്റെ ഏട്ടൻ ഇതുപോലെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിടുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേയെന്നും അതുകൊണ്ടാണ് താനിവിടെ വെയിറ്റ് ചെയ്തതെന്നും ഇങ്ങനെയൊരു സീനും ഇവിടെ ഉണ്ടാവുമെന്ന് തനിക്ക് തോന്നിയെന്നും സുധീഷും പറയുന്നുണ്ട്. രാത്രി മുഴുവൻ ഈ വണ്ടിയിലല്ലേ കഴിച്ചുകൂട്ടിയത്, കഷ്ടമായി പോയല്ലോ എന്ന് നിധി പറയുമ്പോഴേക്കും രാത്രി മുഴുവൻ ആ വണ്ടിയിൽ കഴിച്ചുകൂട്ടിയ കഷ്ടപ്പാടെല്ലാം സുധീഷ് നിധിയോടായി പറയുന്നുണ്ട്. എല്ലാം കേട്ടോണ്ടിരുന്ന നിധിയും സങ്കടത്തോടെ സുധീഷ് ഒരു പാവമാണെന്നും കുറച്ചു നാളായി തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടിൽ സുധീഷ് മാത്രമാണ് തൻ്റെ കൂടെയുള്ളതെന്നും പറയുന്നുണ്ട്. ഇയാളെ മനസ്സിലാക്കുന്ന ആരെങ്കിലും കൂടെ വേണ്ടെന്ന് ചോദിച്ചുകൊണ്ട് സുധീഷ് താൻ വാങ്ങിച്ച വടയിലൊരെണ്ണം നിധിക്കായി നൽകുന്നുണ്ട്. നിധി അത് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സുധീഷ് നിർബന്ധിച്ച് അവളെ കഴിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. അവളും ആ വട വാങ്ങിക്കൊണ്ട് ടെൻഷനോടെ വീണ്ടും ഇനി എന്തു ചെയ്യുമെന്ന് സങ്കടത്തോടെ ചോദിക്കുമ്പോഴേക്കും ഏടത്തി സാന്ദ്രയെ വിളിക്കാനും അച്ഛൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നറിഞ്ഞാൽ നിധിക്ക് സമാധാനമാവുമെന്നും പറഞ്ഞ് തൻ്റെ മൊബൈൽ നിധിക്കായി നൽകുന്നുണ്ട്. വട പിന്നെ കഴിക്കാമെന്ന് പറഞ്ഞ് അവൾ ആ മൊബൈൽ വാങ്ങിക്കൊണ്ട് സാന്ദ്രയെ വിളിക്കുമ്പോഴേക്കും എവിടെയാണുള്ളതെന്ന് സാന്ദ്രയും ചോദിക്കുന്നുണ്ട്. ഏടത്തിയുടെ വീട്ടിൽ നിന്നും താൻ പോന്നെന്ന് നിധി പറയുമ്പോഴേക്കും അരുണേട്ടൻ തന്നെ വഴക്കു പറഞ്ഞെന്നും അച്ഛനും അമ്മയ്ക്കും എല്ലാം തന്നോട് ദേഷ്യമാണെന്നും ഈ നടന്ന കാര്യങ്ങളെല്ലാം എനിക്കറിയാവുന്ന പോലെയാ അവരെന്നോട് സംസാരിക്കുന്നതെന്നും സാന്ദ്ര പറയുമ്പോഴേക്കും നിധിയും സോറി പറയുന്നുണ്ട്. നിന്റെ അച്ഛനെ ഇപ്പോൾ നിനക്ക് കാണാൻ കഴിയില്ലെന്ന് സാന്ദ്ര പറയുമ്പോഴേക്കും അതൊന്നും കുഴപ്പമില്ലെന്നും അച്ഛനിപ്പോ എങ്ങനെയുണ്ടെന്നും നിധി ചോദിക്കുന്നുണ്ട്. അച്ഛനിപ്പോ ഓക്കെ ആണെന്നും 2-3 ദിവസത്തിനകം ഡിസ്ചാർജായി പോവാമെന്ന് ഡോക്ടർ പറഞ്ഞെന്നും അച്ഛനിപ്പോ യാതൊരു കുഴപ്പമില്ലെന്നും ഇപ്പോൾ വീട്ടിലേക്ക് പോയാൽ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് ഓരോരുത്തർ വരുമെന്നും 2-3 ദിവസത്തിനകം അതെല്ലാം ശാന്തമാവുമെന്നും താനിപ്പോ കോൾ വെക്കുകയാണെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തനിക്ക് മെസ്സേജ് അയച്ചാൽ മതിയെന്നും ഈ നമ്പർ താൻ സേവ് ചെയ്ത് വെക്കുന്നില്ലെന്നും സാന്ദ്ര പറയുമ്പോഴേക്കും നിധിയും കോൾ വെക്കുന്നുണ്ട്. കോൾ വെച്ച നിധിയും അച്ഛന് കുഴപ്പമൊന്നുമില്ലെന്ന് സുധീഷിനോട് പറയുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ അവളോട് വട കഴിക്കാനായി പറയുന്നുണ്ട്. തന്റെ ജീവിതം എങ്ങനെയാ പോകുന്നതെന്ന് തനിക്ക് അറിയില്ലെന്ന് നിധി പറയുമ്പോഴേക്കും തിരുവനന്തപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ പോകണമെന്നും ഇയാൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു ജോലിയും ജീവിതവും എല്ലാം ഉണ്ടാവുമെന്നും ഒരു ദിവസം ഇയാൾ പറയുന്നത് തന്റെ വീട്ടുകാരെല്ലാം മനസ്സിലാക്കുമെന്നും ആ സമയത്ത് അവരുടെ ദേഷ്യമെല്ലാം മാറുമെന്നും ഇയാൾക്ക് ജീവിതത്തിൽ കുറെ ആഗ്രഹങ്ങളില്ലേ എന്നും ഇവിടെ ഇരുന്നാൽ അതൊന്നും നടക്കില്ലെന്നും അതൊക്കെ നടക്കണമെങ്കിൽ ഇങ്ങനെയെല്ലാം നടന്നല്ലേ പറ്റൂ എന്നും സുധീഷ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ സുധീഷിന്റെ വീട്ടിൽ സുഭാഷും നികേഷും കൂടി നാട്ടുകാരെ എല്ലാം റിസപ്ഷന് വേണ്ടി വിളിക്കാൻ തുടങ്ങിയിരുന്നു. പെണ്ണില്ലാതെ റിസപ്ഷൻ എങ്ങനെ നടക്കുമെന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടെങ്കിലും ഏട്ടത്തിയമ്മയും ഏട്ടനും കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്നും വന്നാൽ നല്ല ചിക്കൻ ബിരിയാണിയും കഴിച്ച് മടങ്ങാമെന്നും നികേഷും സുഭാഷും അവരോടായി പറയുന്നുണ്ട്. എല്ലാവരുടെയും പുച്ഛത്തോടെയുള്ള സംസാരം കേട്ട് ഇവരെയൊന്നും റിസപ്ഷന് വിളിക്കേണ്ടായിരുന്നു എന്ന് നികേഷും പറയുന്നുണ്ട്. റിസപ്ഷൻ കഴിയുന്നതോടെ എല്ലാവരുടെയും ഈ പുച്ഛഭാവമെല്ലാം മാറുമെന്ന് സുഭാഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ടേ. പിന്നീട് സുഭാഷ് അമ്മായിയുടെ വീട്ടിലേക്ക് നികേഷിനെയും കൊണ്ട് റിസപ്ഷൻ ക്ഷണിക്കാനായി ചെല്ലുന്നുണ്ട്. സുഭാഷിനെ കണ്ട സുനന്ദ സന്തോഷത്തോടെ ഓടിവന്ന് അവനെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോഴേക്കും അവളുടെ അമ്മ അങ്ങോട്ട് ഓടിവന്ന് അവളെ വഴക്കു പറയുന്നുണ്ട്. നീ വിളിച്ചിട്ടാണോ ഇവൻ ഇങ്ങോട്ട് വന്നതെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അവരുടെ വല്യച്ഛനും അങ്ങോട്ടെത്തുന്നുണ്ട്. എന്തിനാ ഇങ്ങോട്ട് കയറി വന്നെന്ന് അമ്മായി ചോദിക്കുമ്പോൾ അവന്റെ അനിയൻ ഒരു പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് വന്നില്ലേ, അവൾ തിരികെ പോയില്ലേ, അതിന്റെ കംപ്ലൈന്റ് പറയാനായി പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ വന്നതാണെന്ന് അവരുടെ വല്യച്ഛൻ പറയുമ്പോഴേക്കും അതിനൊന്നുമല്ല തങ്ങൾ വന്നതെന്ന് നികേഷും പറയുന്നുണ്ട്. പിന്നെ എന്തിനിങ്ങോട്ട് വന്നെന്നും പറഞ്ഞ് വല്യച്ഛൻ അവരെ വഴക്കു പറയുമ്പോഴേക്കും വല്യച്ഛന്ന് സുഭാഷ് വിളിക്കുന്നുണ്ട്. അങ്ങനെയൊന്നും തന്നെ വിളിക്കേണ്ടെന്ന് വല്യച്ഛൻ പറയുമ്പോഴേക്കും വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്കുന്ന നികേഷും സുഭാഷിനോടായി പറയുന്നുണ്ട്. സുധീഷിന്റെ കല്യാണം കഴിഞ്ഞെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും ആ പെണ്ണ് ഓടിപ്പോയില്ലെന്ന് അമ്മായിയും ചോദിക്കുന്നുണ്ട്. എടാ സുഭാഷേ, നിന്റെ അനിയൻ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് പോയതല്ലേ, അവൻ ഇനി തിരിച്ചു വരുമോ, ആ പെണ്ണിന്റെ വീട്ടുകാർ അവനെ വെറുതെ വിടുമോ എന്ന് വല്യച്ഛന്റെ ചോദ്യം കേട്ട് അവർ രണ്ടുപേരും അവളുടെ വീട്ടിലേക്ക് പോയതാണെന്നും തിരികെ വരുന്നുണ്ടെന്നും സുഭാഷും പറയുന്നുണ്ട്. കല്യാണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടന്നെന്നും
വീട്ടിൽ ഒരു ചെറിയ റിസപ്ഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ടെന്നും ഇന്ന് വൈകുന്നേരമാണ് റിസപ്ഷൻ എന്നും പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് ക്ഷണക്കത്തൊന്നും അടിച്ച് ക്ഷണിക്കാൻ കഴിഞ്ഞില്ലെന്നും നിങ്ങളല്ലേ ഞങ്ങളുടെ ആകെയുള്ള ഒരു ബന്ധുക്കളെന്നും നിങ്ങൾ ഉറപ്പായും വരണമെന്നും സുഭാഷ് പറയുന്നുണ്ട്. അത് കേൾക്കെ അമ്മായിയും പുറത്തൊന്നും ഞങ്ങൾ നിങ്ങളുടെ സ്വന്തക്കാരാണെന്ന് പറയല്ലേ എന്ന് പറയുന്നുണ്ട്. എന്തിനാ വെറുതെ കാശു കളഞ്ഞതെന്നും ആ പെണ്ണിനെ തിരികെ വരാൻ പോകുന്നില്ലെന്നും പെണ്ണുങ്ങൾ വാഴാത്ത വീടാണ് നിങ്ങളുടേതെന്നും വല്യച്ഛൻ പറയുമ്പോഴേക്കും വയറു നിറച്ചും കിട്ടിയില്ലേ, പോവാമെന്ന് നികേഷും പറയുന്നുണ്ട്. എല്ലാവരും റിസപ്ഷന് വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാവുമെന്ന് സുഭാഷ് പറയുമ്പോഴേക്കും എടാ സുഭാഷെ, നീ ഇരിക്കുമ്പോൾ നിന്റെ അനിയന്റെ കല്യാണമല്ലേ നടന്നത്, നിന്റെ കല്യാണം ഇനി നടക്കുമോ? അതാണ് ഇനി നിനക്കും നല്ലത്. വിധി എന്ന് കരുതി സമാധാനിച്ച് ഈ ജീവിതം ഇനി ഇങ്ങനെ ജീവിച്ചു തീർക്ക്. എന്നമ്മായി പ്രാകുന്നത് കേട്ട് സഹിക്കാൻ കഴിയാതെ നികേഷ് സുഭാഷിനെയും പിടിച്ചു വലിച്ചുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. സുഭാഷിനെ അങ്ങനെ പറഞ്ഞത് ഇഷ്ടമാവാതെ സുനന്ദ അമ്മയെ ചോദ്യം ചെയ്യുമ്പോഴേക്കും അമ്മയും മാമനും കൂടി അവളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. പിന്നീട് വർക്ക്ഷോപ്പിലിരുന്ന് ജോലി ചെയ്യുന്ന ഹരീഷിനെ വിളിക്കാനായി നികേഷ് എത്തുന്നുണ്ട്. അടുത്ത കല്യാണം ഇനി ഹരീഷിൻ്റെതാണെന്ന് അവിടുത്തെ ജോലിക്കാരൻ നികേഷിനോടായി പറയുന്നുണ്ട്. ഹരീഷ് അവനെ വഴക്കു പറയുമ്പോഴേക്കും അടുത്ത കല്യാണം സുഭാഷ് ഏട്ടൻ്റെതാണെന്നും അത് കഴിഞ്ഞിട്ടാണ് ഹരീഷ് ഏട്ടൻ്റെതെന്നും നികേഷും പറയുന്നുണ്ട്. ഹരീഷ് ഏട്ടൻ ഒരു പെണ്ണ് സെറ്റായതുകൊണ്ട് പറഞ്ഞതാണെന്ന് അവൻ പറയുമ്പോഴേക്കും ആരാണെന്ന് നികേഷും ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ നീതുവാണെന്ന് അവൻ പറയുമ്പോഴേക്കും നീതുവും വർക്ക്ഷോപ്പിലേക്ക് എത്തുന്നുണ്ട്. അവൾ വരുമ്പോഴേക്കും നിന്നെ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഹരീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ നീതുവും സന്തോഷത്തോടെ എന്നെ കാത്തിരിക്കുകയായിരുന്നു, എന്താ വിഷയമെന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം തന്റെ വീട്ടിൽ കല്യാണ റിസപ്ഷൻ ആണെന്നും അതിന് വരണമെന്നും ഹരീഷ് പറയുന്നത് കേട്ട് സന്തോഷത്തോടെ എന്നെ നീ ക്ഷണിച്ചല്ലോ, സൂപ്പർ എന്ന് പറഞ്ഞ് ജോലിക്കാരനോടായി ഇപ്പൊ കണ്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ ഹരീഷും നിന്നെ മാത്രമല്ല ഞങ്ങളുടെ വീട്ടിൽ കല്യാണം നടക്കില്ലെന്ന് പറഞ്ഞ നിന്റെ അച്ഛനെയും വീട്ടുകാരെയും എല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലും കല്യാണം നടക്കുന്നത് കണ്ട് കുടുംബമായി വന്ന് ബിരിയാണി കഴിച്ചിട്ട് പോകാൻ നോക്ക് എന്ന് ഹരീഷ് ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്, ഈ റിസപ്ഷൻ എല്ലാം നടക്കുമെന്ന് അവളും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നികേഷിന്റെ ഫ്രണ്ട്സും അങ്ങോട്ട് എത്തുന്നുണ്ട്. വീട്ടിൽ ധാരാളം ജോലികളുണ്ടെന്നും പോവാമെന്നും നികേഷ് ഹരീഷിനോടായി പറയുമ്പോഴേക്കും ഞാൻ വന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് നീതുവും ചോദിക്കുന്നുണ്ട്. കഴിക്കാൻ മാത്രം അങ്ങോട്ട് വന്നാൽ മതിയെന്നും അതുവരെയും എൻ്റെ കൺമുന്നിൽ പോലും വരല്ലേ എന്നും അങ്ങനെയൊരു ഹെൽപ്പ് ചെയ്തു തരണമെന്നും ഹരീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ ഫ്രണ്ട്സും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പെൺകുട്ടി വീട്ടിലില്ലല്ലോ, റിസപ്ഷൻ നടക്കുമോ എന്നൊക്കെ. ഞങ്ങളുടെ വീട്ടിൽ ഒരു നല്ല കാര്യം നടക്കുമ്പോൾ അതാർക്കും പിടിക്കുന്നില്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും തൻ്റെ വീടിനടുത്തുള്ളവരെല്ലാം ഈ കാര്യം തന്നെയാണ് ചർച്ച ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ദേഷ്യമാവുമെന്ന് വെച്ച് പറയാതിരുന്നതാണെന്ന് നീതുവും പറയുന്നുണ്ട്. അവർ തീർച്ചയായും വരുമെന്നും എല്ലാം ഭംഗിയായി നടക്കുമെന്നും പറഞ്ഞ് ഹരീഷ് അവരെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. വീട്ടിലപ്പോഴേക്കും റിസപ്ഷന്റെ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. പന്തലൊരുക്കാനായി ആളെത്തുമ്പോഴേക്കും റിസപ്ഷനെ നല്ല അടിപൊളി സ്റ്റേജ് ഒരുക്കാനായി സുഭാഷ് അവരോട് പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് ബിരിയാണി ഉണ്ടാക്കുന്നവരുടെ അടുത്ത് പോയി നല്ല സൂപ്പർ ബിരിയാണി ഉണ്ടാക്കണമെന്നും പറയുന്നുണ്ട്. അവൻ്റെ വീട്ടിലെ ആദ്യത്തെ കല്യാണമല്ലേ എന്നും ബിരിയാണി സൂപ്പർ ആയിരിക്കുമെന്ന് അവരും പറയുന്നുണ്ട്. പിന്നീട് നികേഷ് വന്ന് പന്തലിൻ്റെ ക്യാഷ് കൊടുക്കാനായി പറയുമ്പോഴേക്കും സുഭാഷ് അകത്തേക്ക് പോയി ആ ക്യാഷ് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹരീഷ് അങ്ങോട്ട് വന്ന് തൻ്റെ കയ്യിലുള്ള കുറച്ച് കാശ് കൂടി സുഭാഷിനെ ഏൽപ്പിക്കുന്നത്. അത് വേണ്ടെന്ന് സുഭാഷ് പറയുന്നുണ്ടെങ്കിലും ഹരീഷ് നിർബന്ധിച്ച് ആ ക്യാഷ് സുഭാഷിനെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ട് വരുന്ന നികേഷും നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയി എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും പെണ്ണിനും ചെറുക്കനും റിസപ്ഷനുള്ള ഡ്രസ്സ് എടുത്തില്ലല്ലോ എന്ന് നികേഷ് പറയുന്നുണ്ട്. സുധീഷിന് എടുക്കുന്നതൊക്കെ പെണ്ണിന് എങ്ങനെ ഡ്രസ്സ് എടുക്കുമെന്നാലോചിച്ച് അവർ തല പോയിക്കുന്നുണ്ട്. തുണിക്കടയിൽ സെയിൽസ് ഗേൾസ് ഉണ്ടാവില്ലേ എന്നും അവരെടുത്തു തരുമെന്നും തനിക്കും കൂടി ഒരു പാൻറ്റും ഷർട്ടും വേണമെന്നും നികേഷും പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും തൻ്റെ കയ്യിലുള്ള ക്യാഷ് എടുത്തു കൊടുത്തോണ്ട് സുധീഷിനും നിധിക്കും ഡ്രസ്സ് വാങ്ങാനും പൂക്കടയിൽ പൂ ഏൽപ്പിക്കാനും എല്ലാം പറയുന്നുണ്ട്. നിധിക്ക് സാരി മാത്രം വാങ്ങിയാൽ പോരെന്നും അതിന് മാച്ചായ ബ്ലൗസ് കൂടി വാങ്ങണമെന്നും സുഭാഷ് പറയുന്നുണ്ട്. അതിനൊക്കെ ടെക്സ്റ്റൈൽസിൽ ആൾക്കാരുണ്ടാവുമെന്നും അവർ നമ്മളെ സഹായിക്കുമെന്നും ഇപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസ് എല്ലാം ഉണ്ടാവുമെന്നും നികേഷ് പറയുമ്പോഴേക്കും നികേഷിനെയും ഹരീഷിനെയും സുഭാഷ് ടെക്സ്റ്റൈൽസിലേക്കായി പറഞ്ഞു വിടുന്നുണ്ട്. അവിടെ സുധീഷും നിധിയും വണ്ടിയിൽ യാത്രയിലാണ്. നിധിക്ക് ഇഷ്ടാവുമെന്ന് പേടിച്ച് സുധീഷ് വണ്ടിയിൽ ഒരു മെലഡി സോങ് ഇടുന്നുണ്ട്. അതിഷ്ടപ്പെടാതെ നിധിയും എന്ത് പാട്ടാണിതെന്നും തൻ്റെ ടെൻഷനെല്ലാം പോയെന്നും ഇനി ഇങ്ങനത്തെ മെലഡി സോങ് ഒന്നും വെക്കേണ്ടെന്നും പറഞ്ഞ് നല്ലൊരു ലവ് സോങ് ഇടുന്നുണ്ട്. ആലോചനയോടെ ഇരുന്നുകൊണ്ട് തൻ്റെ ലൈഫ് ആകെ മാറിപ്പോയെന്നും 3 മാസം മുമ്പ് വേറൊരു ലൈഫായിരുന്നെന്നും 3 ആഴ്ച കൊണ്ടാണ് അത് വേറൊരു തരത്തിലായതെന്നും ഇന്നിപ്പോൾ ഇങ്ങനെയും ഇരിക്കുന്നു എന്നവൾ ടെൻഷനോടെ പറയുമ്പോഴേക്കും അടുത്ത ആഴ്ച ഇതിനേക്കാൾ സന്തോഷമാവുമെന്ന് സുധീഷും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് സുധീഷിൻ്റെ മൊബൈലിലേക്ക് അവരുടെ കല്യാണം നടന്ന സ്റ്റേഷനിലെ ഗോപി സാറിൻ്റെ കോൾ വരുന്നത്.
അവൻ കോളെടുക്കുമ്പോഴേക്കും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ, എവിടെയാണെന്ന് അയാളും ചോദിക്കുന്നുണ്ട്. വരാമെന്ന് അവൻ സമ്മതിക്കുമ്പോഴേക്കും ഉടനെ വരണമെന്ന് പോലീസുകാരനും പറയുന്നുണ്ട്. താൻ മാത്രം വന്നാൽ മതിയോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ രണ്ടുപേരോടും കൂടി വരാനല്ലേ പറഞ്ഞത്, ആ പെൺകുട്ടി തന്റെ കൂടെ ഇല്ലെന്ന് ഗോപി സാറും ചോദിക്കുന്നുണ്ട്. വെറുതെ ചോദിച്ചതാണെന്നും അവൾ തന്റെ കൂടെയുണ്ടെന്നും അങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് പോലീസുകാരനും കോൾ വയ്ക്കുന്നുണ്ട്. ആരാണെന്ന് നിധി ചോദിക്കുമ്പോൾ അന്ന് നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ ആ പോലീസ് സ്റ്റേഷൻ, അവിടെ നിന്നാണെന്ന് സുധീഷ് പറയുന്നുണ്ട്. ഇതിപ്പോ നമ്മുടെ കല്യാണം യഥാർത്ഥത്തിൽ നടന്ന പോലെയാണല്ലോ പറയുന്നത്, അതൊരു ഡ്രാമയല്ലായിരുന്നു എന്ന് നിധി ചോദിക്കുമ്പോൾ അതെ എന്നും നമ്മളോടൊന്ന് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടെന്നും സുധീഷ് പറയുന്നുണ്ട്. എന്തിനാണെന്ന് നിധി ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ നല്ലപോലെ സംരക്ഷിക്കുന്നുണ്ടോ എന്ന് അറിയാനാ എന്നവൻ പറയുന്നത് കേട്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നമ്മളന്ന് കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്തെ പറഞ്ഞതാണെന്നും നിധിക്ക് ടെൻഷൻ ആയോണ്ട് പറയാതിരുന്നതാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും എന്നാ പിന്നെ പോയേക്കാമെന്നും താൻ സുരക്ഷിതയായിരിക്കുന്നു എന്ന് താൻ തന്നെ പറയാമെന്നും നിധിയും സമ്മതിക്കുന്നുണ്ട്. ഇവളെങ്ങാനും ആ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടാ പിന്നെ എന്റെ കഥ തീർന്നു, ഇതിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്റെ ഭഗവാനെ എന്ന് സുധീഷും ടെൻഷനോടെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് നികേഷും ഹരീഷും സുധീഷിനും നിധിക്കുമുള്ള ഡ്രസ്സെല്ലാമായി വരുന്നുണ്ട്. ഡ്രസ്സെല്ലാം കണ്ട് സുഭാഷിന് ഇഷ്ടമാവുമ്പോഴേക്കും ബ്ലൗസ് എല്ലാം തയ്ച്ചു കിട്ടാൻ ഒരു 10 ദിവസമെങ്കിലും എടുക്കുമെന്നും അതുകൊണ്ട് ബ്ലൗസ് വാങ്ങിയില്ലെന്നും ഹരീഷും പറയുന്നുണ്ട്. ബ്ലൗസ് പീസ് സാരിയുടെ കൂടെ ഉണ്ടെന്നും പെട്ടെന്ന് തന്നെ കൊടുത്താൽ തയ്ച്ചു കിട്ടുന്ന കടകളുണ്ടാവുമെന്ന് കടക്കാരൻ പറഞ്ഞെന്നും നികേഷും പറയുന്നുണ്ട്. എവിടെ കൊടുക്കുമെന്ന ചിന്തയോടെ അവർ നിൽക്കുമ്പോഴാണ് സുനന്ദ അങ്ങോട്ടെത്തുന്നത്. അവർ സുനന്ദയോട് ഇക്കാര്യം പറയുമ്പോഴേക്കും ബ്ലൗസിന് അളവ് വേണമെന്ന് സുനന്ദയും പറയുന്നുണ്ട്. സുനന്ദയുടെ അളവിനങ്ങ് തയ്ക്കാൻ പറയുന്നുണ്ടെങ്കിലും തയ്ക്കുന്ന ബ്ലൗസ് കറക്റ്റ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ദേഷ്യം വരുമെന്ന് സുനന്ദയും പറയുന്നുണ്ട്. അപ്പോഴാണ് അവൾ അയയിൽ വിരിച്ചിട്ടിരിക്കുന്ന ഒരു ബ്ലൗസ് കാണുന്നത്. അത് നിധിയുടേതാണെന്ന് അവർ പറയുമ്പോഴേക്കും അവൾ ഓടിച്ചെന്ന് അതെടുത്ത് കൊണ്ടുവന്ന് ഈ അളവിൽ ബ്ലൗസ് തയ്ക്കാമെന്ന് ഏൽക്കുന്നുണ്ട്. പകരം തനിക്കെന്ത് തരുമെന്ന് അവൾ ചോദിക്കുമ്പോഴേക്കും ഒരു പ്ലേറ്റ് നിറയെ ബിരിയാണി തരാമെന്ന് നികേഷും പറയുന്നുണ്ട്. നിന്റെ ബിരിയാണി ആർക്ക് വേണം, നീ തന്നെ അങ്ങോട്ട് കഴിക്കെന്ന് പറഞ്ഞവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നുണ്ടേ. ഹരീഷ് ബാക്കിയുള്ള കാശ് തിരികെ കൊടുക്കുമ്പോഴേക്കും ഹരീഷിന് ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ലല്ലോ, പോയി വാങ്ങിക്കെന്നും സുഭാഷ് പറയുന്നുണ്ട്. തനിക്ക് ഡ്രസ്സൊന്നും വേണ്ടെന്ന് ഹരീഷ് പറയുമ്പോൾ ക്യാഷ് കുറഞ്ഞു പോയത് കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി ക്യാഷ് തരാമെന്ന് സുഭാഷും പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷ് ഏട്ടന് സങ്കടമില്ലെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എന്തിന് സങ്കടമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് ഏട്ടന്റെ കല്യാണം നടന്നതുകൊണ്ട് സുഭാഷ് ഏട്ടന് സങ്കടമില്ലെന്ന് അവൻ വീണ്ടും ചോദിക്കുന്നുണ്ട്. അവന്റെ കല്യാണം നടന്നതിൽ എല്ലാവർക്കും സന്തോഷമല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോഴേക്കും സുധീഷ് ഏട്ടൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു, പക്ഷേ സുഭാഷ് ഏട്ടൻ ഒരു പെണ്ണിനെ കിട്ടിയില്ലല്ലോ, ഇനിയിപ്പോ എല്ലാവരും സുഭാഷ് ഏട്ടന്റെ കല്യാണമൊന്നും റെഡി ആയില്ലെന്ന് ചോദിച്ചുകൊണ്ട് നടക്കും എന്ന് ഹരീഷ് ടെൻഷനോടെ പറയുമ്പോഴേക്കും ഈ നല്ലൊരു സമയത്ത് നീ ഇപ്പോ എന്തിനാ അതിനെക്കുറിച്ചെല്ലാം ആലോചിക്കുന്നത്, ഇപ്പോ എന്റെ മനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ, സുധീഷ് ഇങ്ങോട്ട് തിരിച്ചു വരണം, ഈ റിസപ്ഷൻ നല്ല പോലെ നടക്കണം, അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്, എനിക്കത് മതി എന്ന് സുഭാഷും പറയുന്നുണ്ട്. തനിക്കിത് വിഷമമാണെന്നും സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞു നിങ്ങളൊന്നും പറഞ്ഞില്ല, എല്ലാവരും പറയുന്നത് കേട്ട് അവർക്ക് വേണ്ടി റിസപ്ഷൻ നടത്താൻ ഒരുങ്ങുന്നു, 10 പൈസ പോലും തരാതെ അച്ഛനും ഈ കല്യാണം ഭംഗിയായി നടത്തണമെന്ന് പറഞ്ഞു, ആ ചെലവുകളെല്ലാം ഏറ്റെടുത്ത് സുഭാഷ് ഏട്ടനല്ലേ ഈ കല്യാണം നടത്തുന്നത്, സുധീഷ് ഏട്ടൻ ഇക്കാര്യമൊന്നും അറിയണ്ടല്ലോ, ഏട്ടന്റെ കാര്യമൊത്ത് എനിക്ക് നല്ല സങ്കടമുണ്ട് എന്ന് ഹരീഷ് സങ്കടത്തോടെ പറയുമ്പോഴേക്കും എന്താടാ, എനിക്കിത് സന്തോഷം തന്നെയാ, നാളെ നീയൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുവന്നാലും ഞാൻ ഇതേ ചെയ്യുകയുള്ളൂ, നിങ്ങളെല്ലാവരും സന്തോഷമായി ഇരുന്നാൽ മതി, നിങ്ങളുടെ സന്തോഷമാണ് എന്റെയും സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സുഭാഷ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹരീഷ് അതിനൊന്നും ചെവി കൊടുക്കാതെ സങ്കടത്തോടെ വീടിനകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നീട് യാത്രക്കിടയിൽ സുധീഷും നിധിയും പെട്രോൾ അടിക്കാനായി ഒരു പമ്പിലേക്ക് കയറുന്നുണ്ട്. 1500 രൂപയ്ക്ക് പെട്രോൾ അടിക്കാനെല്ലാം പറഞ്ഞ് സുധീഷ് നോക്കുമ്പോഴേക്കും പേഴ്സിൽ ക്യാഷ് കുറവായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അവൻ അപ്പോൾ തന്നെ തന്റെ മൊബൈൽ എടുത്ത് സുഭാഷ് ഏട്ടനെ വിളിക്കുന്നുണ്ട്. നിധിയും അതെല്ലാം ശ്രദ്ധിച്ചോണ്ട് വണ്ടിയിൽ തന്നെ ഇരിപ്പുണ്ട്. സുധീഷിന്റെ കോൾ കണ്ട് സുഭാഷും സന്തോഷത്തോടെ കോൾ എടുത്തോണ്ട് എവിടെ ഇരിക്കുന്നേ, എപ്പോ എത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. വന്നുകൊണ്ടിരിക്കുകയാണെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നീ മാത്രമല്ലല്ലോ അവളും കൂടെ ഇല്ലേ എന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട്. രണ്ടുപേരും വരുന്നുണ്ടെന്ന് സുധീഷ് പറയുമ്പോഴേക്കും സുഭാഷിനും സന്തോഷമാവുന്നുണ്ട്. തന്റെ കയ്യിൽ ക്യാഷില്ലെന്നും പെട്രോൾ അടിക്കാനായി പമ്പിൽ കയറിയിരിക്കുകയാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും ക്യാഷ് അയച്ചു തരണമെന്നും സുധീഷ് പറയുമ്പോഴേക്കും ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യാമെന്ന് സുഭാഷും പറയുന്നുണ്ട്. പിന്നീട് സുഭാഷ് ക്യാഷ് അയച്ചു കൊടുക്കുമ്പോഴേക്കും സുധീഷും പെട്രോൾ ക്യാഷ് പേ ചെയ്ത് അവിടെ നിന്ന് വണ്ടിയും എടുത്ത് പോകുന്നുണ്ട്. സുധീഷും വണ്ടിയിലേക്ക് കയറുമ്പോഴേക്കും കാര്യം മനസ്സിലായ നിധിയും കുറെ ചെലവുണ്ടായല്ലേ എന്നും നാളെ തന്നെ എല്ലാം സെറ്റിൽ ചെയ്യാമെന്നും പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ലെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നാളെ താൻ ഉറപ്പായും തരുമെന്ന് നിധി വീണ്ടും പറയുന്നുണ്ട്. ഇപ്പൊ വിശക്കുന്നുണ്ടെന്നും എന്തെങ്കിലും കഴിക്കാമെന്നും സുധീഷ് പറയുമ്പോഴേക്കും നിധിയും ചിരിയോടെ അത് സമ്മതിക്കുന്നുണ്ട്.
പിന്നീട് അവർ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും സുധീഷിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇത് ഇയാളുടെ എടതി അയച്ച മെസ്സേജാണെന്ന് പറഞ്ഞ് സുധീഷ് ആ മെസ്സേജ് നിധിയെ കാണിക്കുന്നുണ്ട്. ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന അച്ഛന്റെ ഒരു വീഡിയോ ആയിരുന്നു അത്. അത് കണ്ട് സന്തോഷത്തോടെ നിധി ആ മെസ്സേജ് സുധീഷിനെ കാണിക്കുന്നുണ്ട്. താൻ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ലെന്നും പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാകുമെന്നും നിധിയും പറയുന്നുണ്ട്. പിന്നീട് ഹോട്ടലിലെ സപ്ലയർ വന്ന് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും സുധീഷ് ചപ്പാത്തി മതിയെന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷിന്റെ കയ്യിൽ കാശില്ലെന്നത് ഓർക്കാതെ അവൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യുന്നുണ്ട്. പിന്നീട് അത് ഓർമ്മ വരുമ്പോഴേക്കും അവൾ അവനോട് സോറി പറഞ്ഞ് കാശെല്ലാം ഉടനെ തന്നെ തന്നു തീർക്കാമെന്ന് പറയുന്നുണ്ട്. തന്റെ മനസ്സിൽ നിധിയുടെ സ്ഥാനം വളരെ ഉയരത്തിലാണെന്നും ഇങ്ങനെ ഇടയ്ക്കിടെ ക്യാഷ് എന്ന് പറയുന്നത് കഷ്ടമാണെന്നും സുധീഷ് പറയുന്നുണ്ട്. ക്യാഷ് കയ്യിലില്ലാത്തത് കൊണ്ട് ആരോ വിളിച്ച് ക്യാഷ് വാങ്ങിക്കുന്നതെല്ലാം താൻ കണ്ടെന്ന് നിധി പറയുമ്പോഴേക്കും വേറെ ആരോടുമല്ല, അത് തന്റെ ചേട്ടനോടാണ് ക്യാഷ് ചോദിച്ച് വാങ്ങിയതെന്നും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാർഡ് എടുക്കാൻ മറന്നതാണെന്നും കാശിന്റെ കാര്യം ആലോചിച്ച് ഇയാൾ ടെൻഷൻ ആവേണ്ടെന്നും സുധീഷും പറയുന്നുണ്ട്. നിങ്ങളുടെ ചേട്ടനൊരു നല്ല ചേട്ടനാണല്ലേ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും തനിക്ക് വീട്ടുകാരെ പറ്റി അങ്ങനെ അഭിപ്രായമൊന്നുമില്ലെന്നും പേരിന് ഒരു വീടുണ്ടെന്നേ ഉള്ളൂവെന്നും സുധീഷും പറയുന്നുണ്ട്. അതെന്താ അങ്ങനെ വീട്ടുകാരെ കുറിച്ച് അഭിപ്രായമില്ലാത്തതെന്ന് നിധി ചോദിക്കുമ്പോൾ അമ്മയില്ലാത്ത വീട് ഒരു വീടല്ലെന്നും വീട്ടിലേക്ക് പോവാൻ എന്തെങ്കിലും ഒരു കാരണം വേണ്ടയെന്നും എന്നാലും വീടാണെന്ന് വിചാരിച്ച് പോവുകയാണെന്നും സുധീഷ് പറയുന്നുണ്ട്. അച്ഛനുമായി നിങ്ങൾ അധികം സംസാരിക്കാറില്ലെന്ന് നിധി ചോദിക്കുമ്പോൾ അച്ഛനോടിപ്പോ എന്ത് സംസാരിക്കാനാ, അന്ന് ഇയാള് കണ്ടതല്ലേ എന്റെ അച്ഛനെ. ആ വീട്ടിൽ എങ്ങനെയാ പെരുമാറേണ്ടെന്ന് പോലും അച്ഛനറിയില്ല, അല്ലെങ്കിൽ ഇയാളുടെ മുന്നിൽ കിടന്ന് ഡാൻസ് കളിക്കുമെന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അമ്മ പോയതിനു ശേഷമാണ് അച്ഛൻ അങ്ങനെ ആയതെന്നും അതങ്ങനെ ഒരു വീട് കഴിഞ്ഞ ആഴ്ച വരെ അതൊരു രാജകുടുംബമാണെന്ന് തോന്നിയിരുന്നെന്നും പെട്ടെന്നല്ലേ എല്ലാം മാറിയതെന്നും സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഈ കല്യാണക്കാരൻ വന്നതോടെ എല്ലാം മാറി മറിഞ്ഞതെന്നും അച്ഛനും ചേട്ടനുമെല്ലാം തന്നെ ജീവനായിരുന്നുവെന്നും തനിക്ക് വേണ്ടി അവർ ചെയ്തു തന്ന നല്ല കാര്യങ്ങളെല്ലാം അവർ സങ്കടത്തോടെ ഓർത്തെടുത്ത് സുധീഷുമായി പങ്കുവയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അതെല്ലാം ഒരു നിമിഷം കൊണ്ട് മാറിപ്പോയെന്നും അവരെ അനുസരിക്കാതിരുന്നത് കൊണ്ട് ഇപ്പോൾ സ്നേഹമെല്ലാം പോയെന്നും ഒരു കാര്യത്തിലും ഇതുവരെ താൻ അവരെ അനുസരിക്കാതിരുന്നിട്ടില്ലെന്നും ഇപ്പോൾ താൻ അവരുടെ ശത്രുവായി മാറിയെന്നും എങ്ങനെയാ ഇതൊക്കെ ഇങ്ങനെ ആയിത്തീർന്നതെന്നും നിധി ടെൻഷനോടെ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. സ്നേഹം അൺകണ്ടീഷണൽ ആണെന്നൊക്കെ പറയും, പക്ഷേ അതെല്ലാം കള്ളമാണ്. എല്ലാത്തിനും കണ്ടീഷൻ ഉണ്ടെന്ന് സുധീഷും പറയുന്നുണ്ട്. എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? എന്നിട്ടും നിങ്ങൾ എന്നെ സഹായിക്കുന്നു. നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ വന്ന പ്രശ്നങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ നേരിടുമെന്ന് തന്നെ അറിയില്ല. നിങ്ങൾ കൂടെയില്ലായിരുന്നെങ്കിൽ ആ സൂര്യൻ കല്യാണം കഴിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയി എൻ്റെ ജീവിതം തകർന്നേനെ. ഒരു കാര്യവുമില്ലാതെ നിങ്ങളെന്തിനാ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാർ അങ്ങനെയാണെന്നും ചിലർക്ക് ഒരാളെ സഹായിക്കാൻ ഒരു കാരണവും വേണ്ട, അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മുടെയും പ്രശ്നമാണെന്ന് വിചാരിക്കും. ഇപ്പോൾ ഇയാൾക്കൊരു പ്രയാസമുണ്ടായപ്പോൾ അതെന്റെ പ്രശ്നമായതുപോലെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അവരുടെ ചിക്കൻ ബിരിയാണി എത്തുന്നുണ്ട്. തൽക്കാലം നിധിയുടെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിൽ സുധീഷ് ആ സപ്ലയർക്ക് മനസ്സിൽ നന്ദി പറയുന്നുണ്ട്. നിധി ആർത്തിയോടെ വാരി കഴിക്കുമ്പോഴേക്കും ചിരിയോടെ അത് നോക്കിയിരിക്കുന്ന സുധീഷിനെ കണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് നിധിയും പറയുന്നുണ്ട്. ഇയാൾ എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, ഇയാൾ കഴിച്ചാൽ മതി എന്ന് സുധീഷും പറയുന്നുണ്ട്. പിന്നീട് സുധീഷ് വണ്ടി ഓടിച്ചു പോകുമ്പോഴേക്കും നിള വണ്ടിയിലിരുന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അവൾ ഉണർന്നെണീറ്റുകൊണ്ട് താൻ നല്ലപോലെ ഉറങ്ങിയല്ലേ എന്നും ബിരിയാണി കഴിച്ചതുകൊണ്ടാണെന്നും പറയുമ്പോഴേക്കും സുധീഷ് അവൾക്കൊരു ചോക്ലേറ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവൾ അത് വാങ്ങിച്ചോണ്ട് ഇപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും എപ്പോൾ നമ്മൾ അവിടെ എത്തുമെന്ന് നിധി ചോദിക്കുന്നുണ്ട്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്താനാവുമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും ഓക്കെ എന്ന് നിധിയും പറയുന്നുണ്ടേ. മാരേജ് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ എന്നെ രക്ഷിക്കണേ ദൈവമേ, ഇവൾ അതറിഞ്ഞ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് സുധീഷും ടെൻഷനോടെ ഓർക്കുന്നുണ്ട്. സുധീഷ് നന്നായി വണ്ടി ഓടിക്കുന്നുണ്ടെന്നും വണ്ടിയിലിരിക്കുമ്പോൾ ഒരു ക്ഷീണവും ഉണ്ടാവില്ലെന്നും നന്നായി ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്നും നിങ്ങളെ കണ്ട ആൾ അത്ര ശരിയല്ലെന്നും പക്ഷേ അടുത്തിടപഴകിയാൽ നല്ല കംഫർട്ട് കൊടുക്കുന്ന ആളാണെന്നും നിധിയും പറയുന്നുണ്ട്. അതുകൾക്ക് സുധീഷ് അമ്പരപ്പോടെ തന്നെ കാണുമ്പോൾ എന്താ തോന്നുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ലുക്കിൽ ചെറുതായിട്ട് ഒരു റൗഡിയെ പോലെ തോന്നുന്നുണ്ടെന്നും നിങ്ങളുടെ ഡ്രസ്സിങ്ങും ഈ ഷർട്ടിലെ 2 ബട്ടൺ തുറന്നിരിക്കുന്നതും നടക്കുന്നതും നിൽക്കുന്നതും ഇതെല്ലാം കാണുമ്പോൾ ലൈറ്റ് ആയിട്ട് റൗഡിയാണെന്ന് തോന്നുമെന്ന് നിധി പറയുന്നുണ്ട്. അപ്പോൾ 2ാമത്തെയോ 3ാമത്തെയോ ലുക്കിൽ നല്ലതായി തോന്നുമോ എന്ന് സുധീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട്. 2ാമത്തെയും 3ാമത്തെയും ലുക്കിൽ ചെറിയ പൂവാലിനെ പോലെ തോന്നുന്നുണ്ടെന്ന് നിധി പറയുന്നുണ്ട്. കറക്റ്റായി പറഞ്ഞുവല്ലോ എന്ന് സുധീഷും മനസ്സിൽ പറയുന്നുണ്ട്. ഇയാളോട് സംസാരിച്ചതുപോലെ ഞാൻ ഇതുവരെ ഒരു പെൺകുട്ടിയോടും സംസാരിച്ചിട്ടില്ല. ഇയാള് ചിന്തിച്ചത് മുഴുവൻ തെറ്റാണ് എന്ന് സുധീഷ് പറയുമ്പോഴേക്കും അങ്ങനെയൊന്നുമില്ലെന്നും
സംസാരിക്കും തോറും ഇയാളെ പറ്റി നന്നായി മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നും ആപത്തിൽ സഹായിക്കാൻ മനസ്സുള്ള ഒരാളാണെന്ന് മനസ്സിലായി എന്നും നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ ഇതെല്ലാം എത്രാമത്തെ ലുക്കിലാ മനസ്സിലാവാന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നിധി നിങ്ങൾക്ക് ഗേൾ ഫ്രണ്ട്സും ലവറും ഒന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. തനിക്ക് +1 പഠിക്കുമ്പോൾ ഒരു ലവർ ഉണ്ടായിരുന്നെന്നും കഴിഞ്ഞ വർഷം അവളുടെ കല്യാണം കഴിഞ്ഞുപോയി എന്നും പിന്നെ കോളേജിൽ പഠിക്കണ സമയത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നുവെന്നും കോളേജ് ടൈം കഴിഞ്ഞപ്പോൾ അവളും ബൈ പറഞ്ഞു പോയെന്നും പിരിഞ്ഞു പോകുന്ന സമയത്ത് ബ്രദർ ആണെന്നും പറഞ്ഞ അവൾ പോയതെന്നും സുധീഷ് പറയുന്നത് കേട്ട് നിധിക്കും ചിരി വരുന്നുണ്ട്. ചിരിയോടെ അവൾ ഇനി ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോഴേക്കും ചിരിയോടെ പ്രണയപൂർവ്വം അവളെ നോക്കിക്കൊണ്ട് ഇപ്പൊ ഒരാളോട് തനിക്ക് സ്നേഹം തോന്നുന്നുണ്ടെന്നും അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും പക്ഷേ അവൾക്കത് അറിയില്ലെന്നും അവളെ ഇഷ്ടമാണെന്ന കാര്യം അവളും അറിഞ്ഞ് അവൾക്കും എന്നെ ഇഷ്ടമായ അത് നല്ല കാര്യമാണെന്ന് സുധീഷും പറയുന്നുണ്ട്. അവൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്ന് ചിരിയോടെ നിധിയും അവനെ ആശംസിക്കുന്നുണ്ട്. പിന്നീട് അമ്മ പറഞ്ഞതനുസരിച്ച് സുനന്ദ വീടെല്ലാം തൂത്തുവാരാൻ തുടങ്ങുമ്പോഴാണ് നിധിക്ക് വേണ്ടി റിസപ്ഷന് തയ്ച്ച ബ്ലൗസുമായി ഒരു ലേഡി വരുന്നത്. അവരുടെ സംസാരം കേട്ട് അവളുടെ അമ്മ അങ്ങോട്ട് വന്ന് എന്താ അതെന്ന് ചോദിക്കുമ്പോഴേക്കും സുനന്ദ ബ്ലൗസ് തയ്ക്കാൻ തന്നിരുന്നെന്നും അത് കൊണ്ടുവന്നതാണെന്നും അവരും പറയുന്നുണ്ട്. നിന്റെ കയ്യിൽ പുതിയ തുണിയൊന്നും ഇല്ലല്ലോ, പിന്നെ ഏത് ബ്ലൗസ് ആണെന്ന് അവളുടെ അമ്മ ചോദിക്കുമ്പോഴേക്കും അത് താൻ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതാണെന്നും ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ തയ്പ്പിച്ചതാണെന്നും അവളും പറയുന്നുണ്ട്. സുനന്ദ വേഗം അവരോട് പോകാനായി ആംഗ്യം കാണിക്കുമ്പോഴേക്കും അവളുടെ അമ്മ അത് കണ്ട് നീ എന്താ ഇങ്ങനെ പിറുപിറുക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾ എന്താ പോലീസാണോന്ന് സുനന്ദ ചോദിക്കുമ്പോൾ എന്താ നിങ്ങൾ തയ്ച്ചു കൊണ്ടുവന്നെന്ന് അവളുടെ അമ്മ വീണ്ടും ആ ലേഡിയോട് ചോദിക്കുന്നുണ്ട്. അത് സുധീഷ് കല്യാണം കഴിച്ച പെണ്ണിന് വേണ്ടി ഒരു ബ്ലൗസ് തയ്പ്പിക്കാൻ വേണ്ടി സുനന്ദ തന്നതാണെന്നും നിങ്ങളുടെ ഏട്ടന്റെ മരുമകളുടെ ബ്ലൗസ് ആണെന്നും അവർ പറയുമ്പോഴേക്കും സുനന്ദയുടെ അമ്മ അങ്ങോട്ട് ചെന്ന് അവർ വഴക്ക് പറയുന്നുണ്ട്. അമ്മ അറിയാത്തേണോ ബ്ലൗസ് തയ്ക്കാൻ തന്നതെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും തയ്ച്ചു കഴിഞ്ഞാൽ ഫോണിൽ വിളിച്ച് പറയാനല്ലേ പറഞ്ഞത്, ഇതുമായി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. വൈകുന്നേരത്തിനുള്ളിൽ വേണമെന്ന് നീയല്ലേ പറഞ്ഞതെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും അതിനിപ്പോ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണെന്ന് സുനന്ദയും ചോദിക്കുന്നുണ്ട്. എല്ലാ ജോലിയും മാറ്റിവെച്ച് ബ്ലൗസ് തയ്ച്ചാൽ തനിക്ക് ഇതുതന്നെ വേണമെന്ന് അവർ പറയുമ്പോഴേക്കും സുനന്ദയുടെ അമ്മയും അവളെ വഴക്കു പറയുന്നുണ്ട്. അവിടേക്ക് പോകരുതെന്ന് പറഞ്ഞിട്ടില്ലേ എന്നും പിന്നെ എന്തിനാണ് ഈ കാര്യം ചെയ്തതെന്നും അവളുടെ അമ്മ ചോദിക്കുമ്പോഴേക്കും റിസപ്ഷന് വേണ്ടി അവർ പെണ്ണിനൊരു സാരി വാങ്ങിയെന്നും ബ്ലൗസ് എവിടെ നിന്ന് തയ്പ്പിക്കണമെന്നറിയാതെ അവർ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും താൻ അവരെ ഹെൽപ്പ് ചെയ്തതാണെന്നും സുനന്ദയും പറയുന്നുണ്ട്. എന്നെ അപമാനിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയേക്കുവാണോ എന്നും ചോദിച്ച് സുനന്ദയുടെ അമ്മ ആ ബ്ലൗസിന്റെ കവർ അവളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങുന്നുണ്ട്. അവരത് നശിപ്പിക്കാനായി തുടങ്ങുമ്പോഴേക്കും സുനന്ദയും ഒരു താക്കീതോടെ അവരുടെ നേരെ വിളിച്ചുകൊണ്ടിക്കൊണ്ട് അത് നശിപ്പിച്ചാ പിന്നെ നിങ്ങളെ അമ്മയെന്ന് പോലും ഞാൻ വിളിക്കില്ലെന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ അവളുടെ അമ്മയും ദേഷ്യത്തോടെ ആ ബ്ലൗസും കവറും നിലത്തേക്ക് വലിച്ചെറിഞ്ഞോണ്ട് നീ എന്ത് ചെയ്യും വേണ്ടി എന്ന് ചോദിച്ച് അവളുടെ അമ്മ അവളുടെ നേരെ ചെല്ലുമ്പോഴേക്കും അവൾ ആ നിലത്ത് വീണ് കിടക്കുന്ന ബ്ലൗസും കവറും എടുത്തോണ്ട് അവിടെ ഓടി പോകുന്നുണ്ട്. ഓടിപ്പോയല്ലേ, നീ ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്, കാല് ഞാൻ തല്ലി ഒടുക്കുമെന്ന് അവളുടെ അമ്മയും ദേഷ്യത്തോടെ വിളിച്ച് പറയുന്നുണ്ട്. പിന്നീട് നിധിയും സുധീഷും സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും CI അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് കണ്ട് നിധിയും ആകെ ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും എന്താ കാര്യമെന്ന് CIയും ചോദിക്കുന്നുണ്ട്. സൂര്യയുമായുള്ള കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരു ഡ്രാമ കളിച്ചതാണെന്നും നിയമപരമായി ഒന്നും വേണ്ടെന്നും നിധി പറയുമ്പോഴേക്കും നിങ്ങൾ എന്താ കളിക്കുകയാണോ എന്ന് CIയും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എന്തു പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും, എന്താ പ്രശ്നമെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും നിധി എന്തോ പറയാനായി തുടങ്ങുന്നതും എല്ലാ കാര്യവും താൻ പറഞ്ഞ് മനസ്സിലാക്കാമെന്നും നിധി തൽക്കാലം പുറത്തേക്ക് ഇരിക്കെന്നും സുധീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ നിധിയും പുറത്തേക്ക് പോകുമ്പോഴേക്കും അവരുടെ പരുങ്ങലെല്ലാം കണ്ട് സംശയം തോന്നി നിധിയുടെ വീട്ടിലേക്ക് വിളിക്കാനായി CIയും പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നും തനിക്ക് നേരെ വധഭീഷണിയുണ്ടെന്നും അവരെ ഇപ്പൊ വിളിച്ചു വരുത്തിയ എന്റെ കഥ തന്നെ അവർ തീർക്കുമെന്നും സുധീഷും പറയുന്നുണ്ട്. ആ കുട്ടി എന്താ കല്യാണം ഒരു ഡ്രാമയല്ലായിരുന്നോ എന്നും രജിസ്ട്രേഷനൊക്കെ എന്തിനാ നടത്തിയതെന്ന് ചോദിച്ചതെന്നും പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും അവളൊരു ന്യൂ ജനറേഷൻ കുട്ടിയാണെന്ന് സുധീഷും പറയുന്നുണ്ട്. അതുകൊണ്ടെന്നാന്ന് ഗോപിയേട്ടൻ ചോദിക്കുമ്പോഴേക്കും ലിവിങ് ടുഗദർ ആണോ ഉദ്ദേശിക്കുന്നതെന്ന് CIയും ചോദിക്കുന്നുണ്ട്. അതെ എന്നും അവൾക്ക് എന്നെ വലിയ ഇഷ്ടമാണെന്നും സുധീഷ് പറയുമ്പോഴേക്കും ലവും ലിവിങ് ടുഗദറും എല്ലാം സിനിമയിൽ മാത്രമേ റെഡിയായി വരികയുള്ളൂ എന്നും ജീവിതത്തിൽ അത് പ്രായോഗികമല്ലെന്നും CIയും പറയുന്നുണ്ട്. അതെല്ലാം അവളെ പറഞ്ഞൊന്നും മനസ്സിലാക്കുന്ന CI പറയുമ്പോഴേക്കും സുധീഷ് നിധിയുടെ അരികിലേക്കായി ചെല്ലുന്നുണ്ട്. സുധീഷ് അവളുടെ അടുത്ത് ചെന്ന് എന്താ കല്യാണം ലീഗലായി വേണ്ടെന്ന് പറഞ്ഞതെന്ന്
എന്ന് ചോദിക്കുമ്പോഴേക്കും ഇത് വീട്ടുകാരെ പറ്റിക്കാനായി കളിച്ച ഒരു നാടകമല്ലേ എന്നും പക്ഷേ ഇപ്പോ നിയമപരമായി വിവാഹം നടന്നു എന്നാണല്ലോ ഇവർ പറയുന്നതെന്നും നിധി ചോദിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടന്ന അത് നിയമപരമായ വിവാഹമായി മാറുമെന്നും എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു എന്നും ഇപ്പോഴാണ് ഇവർ പറഞ്ഞതെന്നും അത് തനിക്കും വലിയ ഷോക്കായി എന്നും ഇതൊരു ഡ്രാമയായി കളിച്ചതാണെന്ന് അവരോട് പറഞ്ഞ ഉടനെ തന്നെ 2 വീട്ടുകാരെയും ഫോൺ വിളിച്ചു വരുത്തുമെന്നും നമ്മളെ പിടിച്ച് സെല്ലിലിട്ട് കഷ്ടപ്പെടുത്തുമെന്നും അവർ പറഞ്ഞെന്ന് സുധീഷ് പറയുന്നുണ്ട്. എന്തെല്ലാമാണ് നടക്കുന്നതെന്നും ഇങ്ങനെയൊക്കെയായ എങ്ങനെ ശരിയാവുമെന്നും നിധിയും ടെൻഷനോടെ പറയുന്നുണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.